വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ നല്ല മുരിഞ്ഞ പരിപ്പ് വടയായാലോ. ആഹാ എന്താ അല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല മുരിഞ്ഞ പരിപ്പ് വടയാണ്. പരിപ്പ് വടയ്ക്ക് വേണ്ടിയിട്ട് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ചനാദാൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ ശ്രദ്ധിക്കുക. കുതിർത്ത് വെച്ച ഈ പരിപ്പിൽ നിന്ന് ഒരു 2-3 സ്പൂണ് പരിപ്പ് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മിക്സിൻ്റെ ജാറിൽ ഇട്ടതിന് ശേഷം ഒന്ന് പോസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ പതുക്കെ ഒന്ന് പോസ് ചെയ്തെടുക്കുക, ചൂടാവാതെ ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ഇഞ്ചി കട്ട് ചെയ്തത്, പച്ചമുളക്, കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് കടലപ്പരിപ്പിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കൈവച്ചിട്ട് നല്ല ഞെരടി മിക്സ് ചെയ്തെടുക്കുക. എണ്ണ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ബോൾസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോ ബോൾസാക്കി എടുത്തിട്ട് കയ്യിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കയ്യിൽ എണ്ണയോ മറ്റോ തടക്കി കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് വേണം ഇത് മിക്സ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കുക. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ബ്രൗൺ കളറാവും, പക്ഷേ അകം ഒട്ടും വേവത്തില്ല. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും വറുത്ത് കോരിയെടുക്കാം. ഇതിൽ നമ്മൾ ആദ്യം ചേർത്ത ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളി വേണമെങ്കിലും ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ആ സമയം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നല്ല മുരിഞ്ഞ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പരിപ്പ് വടയാണ്. അപ്പോൾ വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇത് ഇഷ്ടമാവും.